പൊൻകുന്നത്ത് പ്രവർത്തിക്കുന്ന ശ്രീറാം ഫിനാൻസിനെതിരെ ഉപഭോക്താക്കൾ രംഗത്ത്. ഉപഭോക്താക്കൾ അറിയാതെ പലരുടെയും പേരിൽ വായ്പയെടുത്തതായും സിബിൽ സ്കോർ താഴ്ന്നതായും പരാതിക്കാർ പറയുന്നു. ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊൻകുന്നത്ത് ശ്രീറാം ഫിനാൻസിന്റെ ഓഫീസിലെത്തി പരാതി നൽകി. ലോണുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകാന്ത് പി തങ്കച്ചൻ, പൊൻകുന്നം മേഖലാ പ്രസിഡന്റ് ശ്രീജിത്ത് PS, മേഖലാ ട്രഷറർ മിഥുൻ PN, ഹരിപ്രസാദ്, അജിത് കുമാർ, സഞ്ജയ് വിഷ്ണു എന്നിവരാണ് പരാതി നൽകിയത്. നമ്മുടെ കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതുപോലെ ശ്രീറാം ഫിനാൻസിൽ ഉണ്ടായിട്ടുള്ള ചില ക്ലറിക്കൽ മിസ്റ്റേക്കിൻ്റെ ഭാഗമായി പല ആളുകൾക്കും ലോണുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലരുടെയും സിബിൽ സ്കോർ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ ഒരാളുടെ പേരിൽ തന്നെ നിരവധി ലോണുകൾ എൻ്റർ ചെയ്ത് വരുന്നൊരു സാഹചര്യം കാണാനിടയായിട്ടുണ്ട്. വലിയ ആശങ്ക നമ്മുടെ സമൂഹത്തിലാകെ തീർക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വാടൂർ പ്രദേശത്തൊക്കെ തന്നെ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗമായി നിൽക്കുന്ന ഭാരവാഹികളോടൊക്കെ തന്നെ ഈ തരത്തിൽ പരാതി പറയുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇതൊരു പ്രതിഷേധമായി ഇവിടെ വന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ മാനേജരുമായി ഞങ്ങൾ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉടനടി തന്നെ ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അവർ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏകദേശം വെള്ളിയാഴ്ചയോടുകൂടി ഈ ക്ലറിക്കൽ മിസ്റ്റേക്കുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് സിബിൽ സ്കോർ അടക്കമുള്ള കാര്യങ്ങളിൽ അവരിത് ക്ലിയർ ചെയ്ത് റെക്ടിഫൈ ചെയ്യും എന്നുള്ള നിലയിലുള്ള ഒരു മറുപടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാത്തപക്ഷം ഡിവൈഎഫ് എന്നുള്ള നിലയിലേക്ക് വലിയൊരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് മാനേജ്മെന്റിനെ ധരിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞ സമയപരിധിക്കുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധിക്കുമെന്നും ഇവർ പറഞ്ഞു. അതേസമയം ക്ലറിക്കൽ മിസ്റ്റേക്ക് മൂലമാണ് പ്രശ്നമുണ്ടായതെന്ന് ശ്രീറാം ഫിനാൻസ് മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.